ഡിയേഴ്സ്, ലവ്ലി ഷോട്ട്സിൻ്റെ LP, UP, LDC പരീക്ഷകളുടെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 മെയ് മാസം നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് നടത്തിയ മെയിൻ എക്സാമിൻ്റെ, അതായത് +2 ലെവൽ മെയിൻ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാര്? തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗൗരി പാർവതി ബായ്. ഗൗരി പാർവതി ബായി ആണ് തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഗൗരി പാർവതി ബായ്. ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗൗരി പാർവതി ബായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. 1ഉം 3ഉമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതായത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, വില്ലുവണ്ടി സമരം നടത്തി. വില്ലുവണ്ടി സമരം നടത്തിയതും സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്. ആൻസർ ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലാന അബ്ദുൽ കലാം ആസാദുമായി അല്ലെങ്കിൽ മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. തെറ്റായ പ്രസ്താവനയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. 4ാമത്തത്, അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്നത് തെറ്റാണ്. അഗ്നിച്ചിറകുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. അഗ്നിച്ചിറകുകൾ എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നത് തെറ്റാണ്. 1ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അഗ്നിച്ചിറകൾ എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആര്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആര്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ. രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്ക് പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്ക് പർവ്വതനിര ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം ഏത്? പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങളാണ് പക്ഷികളുടെ തൂവൽ പോലെ തോന്നിക്കുന്ന മേഘം. പക്ഷികളുടെ തൂവൽ പോലെയുള്ള മേഘമാണ് സിറസ് മേഘം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് നീലഗിരി. നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. നീലഗിരി. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനമാണ് ഡെറാഡൂൺ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ക്വസ്റ്റ്യൻ നമ്പർ 11 ഡിലീറ്റഡ് ആണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ചുരു സ്ഥിതി ചെയ്യുന്നത്. ചുരു രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം. RBI. റാബി വിളക്ക് ഉദാഹരണം. റാബി വിളക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാർലി. ബാർലിയാണ് താഴെ തന്നിരിക്കുന്നതിൽ റാബി വിളക്ക് ഉദാഹരണം. ബാർലി. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെയാണ്? ആൻസർ ജാർഖണ്ഡ്. ജാർഖണ്ഡിനെയാണ് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ജാർഖണ്ഡ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ്. നീതി ആയോഗാണ് ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗ്. നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപ്പാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിലെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപ്പാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിലെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1-ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിലെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപ്പാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1. ഓപ്ഷൻ ഡി ആണ് ആൻസർ 1. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ എ ആണ് 30. 30 വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക. ആൻസർ ഓപ്ഷൻ എ 30 വയസ്സ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ.
മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.